എടുത്തോ നീ എന്നെ നിനക്കായി, എടുത്തോ നീ എന്നെ നിനക്കായി, കൊടുത്തോ നീ നിന്നെ എനിക്കായി. വാഴ്ത്തിടും സതതം പ്രിയാതവ നിത്യം, വാഴ്ത്തിടും സതതം തവ നിത്യം. ചേർത്തതിനാൽ എന്നെ തിരുമാറിൽ, കാത്തതിനാൽ എന്നെ വഴുതാതെ, ചേർത്തതിനാൽ എന്നെ തിരുമാറിൽ, ഓ കാത്തതിനാൽ എന്നെ, എടുത്തോ നീ എന്നെ നിനക്കായി, എടുത്തോ നീ എന്നെ കൊടുത്തോ നീ നിന്നെ എനിക്കായി. തെറ്റരുതേ. എടുത്തോ നീ എന്നെ നിനക്കായി, കൊടുത്തോ നീ നിന്നെ, അങ്ങനെ എനിക്ക് നിനക്കൊക്കെ ശ്രദ്ധിച്ച് പാടിക്കണം. എടുത്തോ നീ എന്നെ നിനക്കായി, കൊടുത്തോ നീ നിന്നെ എനിക്ക്. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. അപ്പൊ ഈ കുടുംബത്തിന് ദൈവം അബ്രഹാമിനെ ഏകനായിട്ട് വിളിച്ചു. വലിയ കുടുംബമാ, വലിയ കുടുംബമാ. ഒരുത്തനെയാ വിളിച്ച്. അവനെ വിളിക്കാൻ കാര്യം നെഹമ്യാ 9:7 എല്ലാം വചനത്തിൽ നിന്ന്. അപ്പൊ പിന്നെ ഉടക്കില്ലല്ലോ. എന്തിനായി വായിപ്പിക്കുന്നു ചോദിച്ചാൽ, ചില ആൾക്കാർ എന്നെ പറ്റി, ചില സെൻട്രൽ പാസ്റ്റർമാരും സെൻറ്ററുകാരും ചില സഭക്കാരും ഒക്കെ എന്നെ വിളിക്കണമെന്ന് പറയുമ്പോൾ ചില അവന്മാർ പറയും അയാൾ വായി വരുന്നതല്ല പറയും വിളിക്കണ്ടെന്ന്. അബ്രഹാമിനെ അല്ല നിർത്തി തന്നു, എനിക്ക് വിടവതാ, ഇത് പറഞ്ഞാൽ ചെയ്യാം, വാക്യം തരാന്ന് ഇഷ്ടം പോലെ ഒന്ന് പറഞ്ഞോട്ടെ. അപ്പം ചിലര് എന്നെ വിളിക്കണമെന്നൊക്കെ പറയുമ്പോൾ ചില പൂഞ്ഞാൻ പറയുന്നത് അയാൾ വായി വരുന്നതല്ല. എടാ വായി വരുന്നത് എന്നതാന്നാ വായിപ്പിക്കുന്നത്. ദൈവദാസൻ വായിക്ക്, കേക്കട്ടെ. ഇവനല്ല അല്ല, അങ്ങനെ വലിയ അവന്മാർ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്, അവനൂടെ കേക്കട്ടെ. വായിക്ക് നെഹമ്യാ 9:7. രണ്ടുപേരുടെ വഴക്കുണ്ടാക്കരുത്, ഇഷ്ടം പോലെ വാക്യം തരാം. അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. ഒന്നുകൂടെ വായിച്ചേ, അബ്രഹാമിനെ നന്നായിട്ട് വായിച്ചേ. അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. അങ്ങനെ വായിച്ചോ. അവനെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്നു. അബ്രഹാമിനെ തിരഞ്ഞെടുത്തവനെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്നു. അവന് അബ്രഹാം എന്ന് പേരിട്ട ദൈവമായ യഹോവ. അടുത്ത വാക്യം വായിച്ച ദൈവദാസനെ, നീ അവന്റെ ഹൃദയം നിന്റെ മുൻപാകെ വിശ്വസ്തമായി കണ്ടു. ഒറ്റ വാക്യം പറയാ, ഈ മഹാകുടുംബത്തിൽ നിന്ന് ഒരുത്തനെ ദൈവം വിളിക്കാൻ കാര്യം ദൈവത്തിന് മനസ്സിലായി. ഇവനെ ഈ കുടുംബത്തിന് വിളിച്ചാൽ ഇവൻ വിശ്വസ്തതയോടെ എന്നെ സേവിക്കും. ദൈവത്തിന് മിടുക്കന്മാരെ അല്ല ആവശ്യം, പ്രഗത്ഭന്മാരെ അല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് വിശ്വസ്തന്മാരെ, ദൈവത്തോടും ദൈവസഭയോടും വചനത്തോടും ഉപദേശത്തോടും. അതിപ്പോ പറയണം, ഇപ്പൊ നമ്മുടെ കൺവെൻഷന് വിളിക്കുന്നത് മിക്ക കൺവെൻഷനും ഉപദേശ ഐക്യമുള്ളവരെ വിളിക്കുകയല്ല. നമുക്ക് എങ്ങനെയുള്ള ആള് കൂടണം, കുറെ പേര് കൂടണം, ഒരു ഓളം ഉണ്ടാക്കണം. ഉപദേശ ഐക്യമില്ല. 1-ാം ദിവസം വരുന്നവൻ പറയുന്നത് സ്നാനപ്പെട്ടില്ലെങ്കിലും തിരുമേശ തരാന്ന്. 2-ാം ദിവസം വരുന്ന പറഞ്ഞ് സ്നാനപ്പെട്ടോ പെടേണ്ടവർക്കല്ല പെടാം, പിന്നെ എതിലേലും പൊക്കോളാൻ. 3-ാം ദിവസം വന്ന അല്ല, എങ്ങനെ ഇപ്പം എല്ലായിടത്തും അല്ല, ഞാൻ മിക്കയിടത്തും പറയും, ഇഷ്ടമല്ലല്ലോ. ആദ്യ ദിവസം വന്നവൻ പറയും, ഇവിടെ വന്നതല്ല പൊതുവെ പറയുക. ആദ്യ ദിവസം വന്ന പുള്ളി പറഞ്ഞു ആവരണം വിടുന്നത് തെറ്റ്. 2-ാം ദിവസം വന്ന പുള്ളി പറഞ്ഞു അതൊന്നും അങ്ങനെ തെറ്റൊന്നുമില്ല, ഇടേണ്ടവർക്ക് ഇടാം. 3-ാം ദിവസം വന്ന പുള്ളി പറഞ്ഞു കണ്ടമാനം വിടരുത്, ഇച്ചിരിയെ കാണാവുള്ളൂ. 4-ാം ദിവസം വന്ന പുള്ളി പറഞ്ഞു നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഇടരുത്, കല്യാണത്തിന് പോകുമ്പോൾ ആരാധനയ്ക്ക് വരുമ്പോൾ ഇടരുത്, അന്നേരം ബാഗിനകത്ത് വെച്ച് ഇങ്ങോട്ട് കയറിക്കോണം. അഞ്ചാം ദിവസം വന്നവൻ പറഞ്ഞു മുമ്പ് പറഞ്ഞ പോലെ ഇടേണ്ടവർക്ക് ഇടാം, ഇടേണ്ടവർക്ക് ആസ് യു ലൈക്ക്. തെറ്റിയോ? ഇല്ല, ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. എടാ, ഇത് തോന്നുന്നത് പോലുള്ളതല്ല പെന്തിക്കോസ്, മനസ്സിലായോ? ഉമ്മ അതിലേതിലെ മട്ട് പിടിച്ചവനെ ഭ്രാന്ത് പിടിച്ചവനെ എല്ലാം വിളിച്ചേ
അവൻ വന്ന് കൊന്ത്രാക്കൊള്ളി ഒപ്പിച്ചേച്ച് പോയി പാവം പിടിച്ച ജനം ഇപ്പൊ തെറ്റുക. അവരിപ്പൊ കിടന്നു കൊടുക്കുക, ഇടാവോ അച്ചായ? ആ തങ്കമ്മേ, ഞാനും അത് തന്നെ ചിന്തിക്കുന്നത്. അച്ഛാ അവരിട്ടാച്ചാ, ഞാനും ഇങ്ങനെ അറിഞ്ഞു. എങ്ങനെയാ അച്ഛാ? ആ എങ്ങനെയാ ഇനിയിപ്പം? ഒന്ന് അച്ഛൻ പറയും, വരുന്നിടത്ത് വെച്ച് കാണാം തങ്കമ്മേന്ന്. ഇതിനൊരു പ്രമാണമുണ്ട്. ആഭരണം മാത്രമല്ല കേട്ടോ. ആ ഒന്നാം ദിവസം വരുന്ന മീശ വെക്കുന്നതുകൊണ്ട് ഉദാഹരണമായി പറയാൻ കുഴപ്പമില്ല. രണ്ടാമത് പറഞ്ഞ് മീശ വെച്ചോണ്ട് ഈ സ്റ്റേജ്, പണ്ടൊരാൾ പറഞ്ഞ് മീശ വെച്ചവനെല്ലാം പോകാൻ. അപ്പം ചിലർ പോയില്ല, മീശ ഉള്ളവരിപ്പുണ്ട്. എടോ നിന്നോടല്ലേ പറഞ്ഞ മീശ വെച്ചവൻ? പുള്ളി പറഞ്ഞ അച്ഛാ മീശ വെച്ചതല്ല, ഇത് വന്നതാന്ന് പറഞ്ഞു. ഇത് വെച്ചതല്ല, വെച്ചവനെല്ലാം പോകാനല്ലേ പറഞ്ഞേ, ഇത് വെച്ചതല്ലങ്ങ്. ഒരു കാര്യം സകല പെന്തിക്കോസുകാരോടും പറയാം, ഒരു കൺവെൻഷൻ നടത്തുമ്പോൾ, യോഗം നടത്തുമ്പോൾ, അകത്താന്തലും പുറത്താന്തലും ഉപദേശം ഐക്യമുള്ളവനെ വിളിക്കണം. ഇല്ലെങ്കിൽ ഇതിനകത്ത് കളവതച്ചു പോകും. ഇരിക്കുന്ന ജനം തെറ്റും. ജനം തെറ്റിയാൽ ഞാനും നിങ്ങളും കണക്ക് കൊടുക്കണം. സ്വർഗം ചോദിക്കും, സ്വർഗം ചോദിക്കും. മനസ്സിലാകുന്നുണ്ടോ വല്ലോ? ഇതിന് വില കൊടുത്തവരും കച്ചം തകച്ചവരും മങ്കപ്പാടേറ്റവരും പീഡയിൽ കൂടി പോകുന്നവരും ആക്ഷേപം സഹിച്ചവരും അപമാനമേറ്റവരും ഒന്നല്ല, 100 കണക്കിനാണ്. ദൈവത്തിന് മഹത്വം. ഇപ്പൊ ആ വിഷയത്തോട്ട് ഞാൻ ഇപ്പൊ കയറുന്നില്ല. ദൈവത്തിന് മഹത്വം. ഇത് ആഴ്ച മാറ്റുന്ന ഉപദേശം അല്ല. യൂദാ 20 അറിയാനുള്ള വാക്യമാ. യൂദാ 20 വായിരേ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ, നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസം, അതായത് ഇതിന്റെ വിശേഷത, ഇത് അതിവിശുദ്ധ വിശ്വാസമാണ്. 3-ാം വാക്യത്തിൽ ഇതിനു വേണ്ടി പോരാടണം. 3 വായിച്ചേ, 3-4. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരിമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിനെ പ്രബോധിപ്പിച്ചെടുത്തുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവധി പണ്ട് തന്നെ എഴുതിയെന്ന. ഇത് ഒരിക്കലായി പരിമേൽപ്പിച്ച വിശ്വാസമാണ്. ഞാൻ അമേരിക്ക പോയിച്ചു വന്നപ്പോൾ മാറ്റുന്നതല്ല, ലണ്ടനിൽ പോയിച്ചു വന്നപ്പോൾ വ്യത്യാസപ്പെടുത്തുന്നതല്ല, കാനഡയിൽ പോയി നടന്നേച്ച് വരുമ്പോൾ മാറ്റുന്നതല്ല. അല്ലെന്ന് അങ്ങനെയൊക്കെ മാറ്റുന്നവരുണ്ട്. 10 പുത്തൻ കിട്ടുമ്പോൾ മാറ്റുന്നതല്ല ഉപദേശം. പിള്ളേർക്ക് 10 പുത്തനും കാക്കക്കേടും പരുവക്കേടും മാറ്റി പുള്ളി അല്ലാതെ ഒരു കറക്ക് കറക്കിച്ചു വന്നപ്പോൾ പുള്ളി പറഞ്ഞു അതൊന്നും അല്ല ഇതാന്ന്. ആകാശവും ഭൂമിയൊക്കെ മാറിപ്പോയാലും തിരുവചനത്തിന് വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന് മിടുക്കന്മാരെയല്ല ആവശ്യം, വിശ്വസ്തന്മാരെയാ. ദൈവത്തോട്, ദൈവസഭയോട്, ദൈവിക ഉപദേശങ്ങളോട്, ആമേൻ സ്തോത്രം, മനുഷ്യനോട്, സകലരോട് വിശ്വസ്തത പുലർത്തുന്നവരെയാ ദൈവത്തിന് ആവശ്യം. ദൈവം നോക്കുക വിശ്വസ്തന്മാരുണ്ടോ. പക്ഷെ ദൈവം നോക്കുന്നെന്ന്